ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പഴംപൊരിയാണ്. വളരെ പെട്ടെന്നും ക്രിസ്പിയോട് കൂടിയും നല്ല ചൂടോടെ വൈകുന്നേരം നല്ല തണുത്ത ഒരു കാലാവസ്ഥയിൽ ചൂട് ചായയുടെ കൂടെ 2 പഴംപൊരിയും കൂടി കഴിച്ചാൽ വാവ്, എന്ത് രസമായിരിക്കില്ലേ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കാൻ ഞാൻ 1 കപ്പ് മൈദ ഇവിടെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. പഴംപൊരി ഒന്ന് ക്രിസ്പിയാക്കാൻ 2 സ്പൂണ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈസ്റ്റ് ഇല്ലെങ്കിൽ ആപ്പത്തിൻ്റെ മാവ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. 2 സ്പൂണ്. കളറിനായി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ കറുത്ത എള്ളുണ്ടെങ്കിൽ അത് കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. മധുരം ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കലക്കിയെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കലക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. പഴംപൊരിക്ക് ആവശ്യമുള്ള നേന്ത്രപ്പഴം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത ഓരോ നേന്ത്രപ്പഴത്തിൻ്റെ പീസും ഈ മാവിലേക്ക് മുക്കിയിട്ട് നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഓരോന്നും ഇട്ട് കൊടുക്കുന്ന സമയത്തും നമ്മൾ ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് നിങ്ങളത് ശ്രദ്ധിച്ചിട്ട് കൊടുക്കുക. ഒരു ഭാഗം ആയ ശേഷം നമ്മളത് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ 2 ഭാഗവും നല്ല ക്രിസ്പി ആയിട്ട് ആയ ശേഷം നമുക്കിത് കോരിയെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കോരിയെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ളതും കൂടി പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പഴംപൊരി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പിക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാനും മറക്കല്ലേ. താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.